അപ്പോൾ ഞാൻ യൂണിഫോം ഇടുമ്പോൾ എനിക്കറിയാണ്ടൊരു ഒരു ഒരു സാധനം ഉള്ളിൽ വരുന്നുണ്ട്. നമ്മൾ ഈ പരിപാടിയാണല്ലോ ചെയ്യാൻ പോണേന്ന്, പക്ഷെ നമുക്കിത് മനസ്സിൽ ഒതുക്കി വെക്കുകയും വേണം. ഇത് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഇന്നസെന്റ് ആയിട്ടും പറഞ്ഞ പോലത്തെ ഇതൊരു റിയൽ സ്റ്റോറിയുടെ ഇൻസ്പിറേഷനാണ്. നടന്ന സംഭവം കേരളത്തിൽ പോലീസ് സ്റ്റേഷൻ നിറയെ കള്ളന്മാർ. അതിന്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഷെയ്ന് കൈയടി കിട്ടിയതിനേക്കാൾ കൂടുതൽ നായികയ്ക്ക് കൈയടിയിട്ടുണ്ട്. ആൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ കരാട്ടയൊക്കെ പ്രാക്ടീസ് ഇതിനുവേണ്ടി പഠിച്ചാണ്. അതിന് വേണ്ടി പഠിച്ച ആള് ബേസിക്കലി കരാട്ടക്കാരിയൊന്നും അല്ല. ജിത്തു ജോസഫിന്റെ പ്രൊഡക്ഷനിലാണ് ദൃഢം വരുന്നത് അല്ലേ? അതെ. അപ്പം E4 എന്റർടൈൻമെന്റ് അവർ രണ്ടുകൂടെ ചേർന്നു. ഈ ജിത്തു ജോസഫിന്റെ കൂടെ ചെയ്യുന്ന മൂന്നാമത്തെ പടം അദ്ദേഹത്തിന്റെ ടീമിൽ അദ്ദേഹം ഡയറക്ട് ചെയ്ത 2 പടം അദ്ദേഹത്തിന്റെ പ്രൊഡക്ഷനിൽ ഫസ്റ്റ് പടമാണ് ദൃശ്യം 2 കൂമൻ. ഇതില് ദൃശ്യം 2 പോലീസ് സ്റ്റേഷനല്ലോ. ദൃശ്യം 2 ആ ടൈല് പണിക്കാരൻ പോലീസ് സ്റ്റേഷൻ പൊളിക്കാൻ വരുന്ന മാന്താൻ വരുന്ന ടൈല് പണിക്കാരനായിട്ട് അതില് തറമാന്തലായിരുന്നു. അതേ പറഞ്ഞ അതൊഴിച്ച ബാക്കിയെല്ലാം പോലീസ് സ്റ്റേഷൻ തന്നെയാണ്. ജിത്തു ജോസഫ് ടീമിലേക്ക് വന്നുവിടുന്നത് ടീമിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ ഒരു വലിയ സ്റ്റോറിയാണ്. ആക്ച്വലി ഞാൻ എൻ്റെ നാട് പിറവം അടുത്ത പെരുമ്പടവും ശ്രീധരൻ്റെ നാട്. വീട്ടിൽ നിന്നൊരു 3-3.5 കിലോമീറ്റർ ഉള്ളൂ ജിത്തു സാറിൻ്റെ വീട്. ഞാൻ ചെണ്ടമേളക്കാരനാണ്. എൻ്റെ ആശാൻ അദ്ദേഹത്തിന്റെ ഫ്രണ്ടാണ്. ഇവർ ഒരുമിച്ച് കളിച്ചു വളർന്ന ആളുകൾ. യോഗ, ചെണ്ടമേളം, സിനിമ അഭിനയം ഒന്നും ചോദിക്കരുത്. എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ എല്ലാം ഞാൻ ചെയ്യുന്നത് കൃഷി. അപ്പൊ പണ്ട് ഡിറ്റക്റ്റീവ് വന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഡയറക്ടർ ഉണ്ടെന്നുള്ളത് നമ്മൾ അറിയണം. അന്നും എൻ്റെ മനസ്സിൽ ചാൻസ് ചോദിച്ച നടക്കലൊക്കെ ഉണ്ട്, മനസ്സിൽ സിനിമാ മോഹമൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ആശാനോട് ഇങ്ങനെ പറയും. അപ്പം നമ്മുടെ കൂടെ തന്നെയുള്ള അനീഷ് എന്ന് പറഞ്ഞിട്ടൊരു മേളക്കാരനായിട്ടുള്ള ചേട്ടനുണ്ട്. ജിത്തു സാറുമായിട്ട് കുറച്ചും കൂടെ കണക്റ്റഡ് ആണ്. അപ്പോൾ അദ്ദേഹം മുഖേന ഞാൻ ജിത്തു സാറിൻ്റെ അടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാലം അങ്ങനെ പോയി. അപ്പോൾ ഞാൻ ശ്രീനാരായണ ഗുരുവായിട്ട് സെലക്റ്റായി, ജീവൻ ടി വിയിൽ അഭിനയിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ഞാനിങ്ങനെ ആ സമയത്ത് ഞാനിങ്ങനെ സെലക്ട് ആയി എന്നൊക്കെ പറയും. കയറി വാടാ മോനെ എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ. പക്ഷേ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് തമിഴ് സീരിയലിലേക്കൊക്കെ കിട്ടിയപ്പോൾ ഈ ഒരു കണക്ഷൻ കട്ടായിപ്പോയി. അപ്പം ഞാൻ തമിഴ് ചെന്നൈയിൽ ആയിരുന്നു ഫുൾ ടൈം. അപ്പം അങ്ങനെ ഒരു കുറച്ച് കാലം അങ്ങനെ പോയി. ആ സമയത്ത് ദൃശ്യം 1 ഇറങ്ങി. ഭയങ്കര ഹിറ്റല്ലേ. നമ്മള് തമിഴിൽ പോയി മറ്റാൾ ഇവിടെ നിൽക്കുന്ന ചിന്തയിൽ അങ്ങനെയല്ല. അല്ല, സാറുമായിട്ട് കണക്ഷൻ അങ്ങനെ മനഃപൂർവ്വം ഒഴിവായതല്ല, എന്നാൽ അറിയാണ്ട് അങ്ങനെ ഒരു ഡിസ്റ്റൻസ് വന്നു. മീൻസ് വിളിച്ചൊന്നുമില്ല ഞാൻ. പിന്നെ അങ്ങനെ ഒരു കണക്ഷൻ ഔട്ടായി പോയി. അപ്പോൾ ദൃശ്യം 1 ഇങ്ങനെ ഇറങ്ങി ഭയങ്കരമായിട്ട് കത്തി. അതിനകത്ത് ഭയങ്കര ഇതായല്ലോ. അപ്പോൾ എൻ്റെ മനസ്സിലെന്താ, അടുത്ത ദൃശ്യം തമിഴ് വരുന്നു, അപ്പോൾ അതിലൊന്ന് ചാൻസ് ചെയ്യണം. അപ്പോൾ നീരജ് മാധവൻ്റെ റോളാണ് എൻ്റെ ലക്ഷ്യം. ഞങ്ങൾ സെയിം ഏജ് ആണോ. അപ്പോൾ ഞാൻ അങ്ങനെ പോയി അദ്ദേഹത്തെ കാണുന്നു. പറഞ്ഞാൽ അത് മുഴുവൻ തമിഴ് കാസ്റ്റാണ്, അപ്പം അതിലുണ്ടാവില്ല. ഞാൻ പറഞ്ഞാൽ ഓക്കെ പറഞ്ഞിട്ട് പോരുന്നു. പിന്നീട് കുറച്ച് കാലം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന പല പടങ്ങൾ, ചെറിയ ചെറിയ റോളുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ അവിടെ കലി ചെയ്തു, നാം എന്ന് പറഞ്ഞ പടം ചെയ്തു, തൃശ്ശൂർ പൂരത്തിലൊരു റോളൊക്കെ ചെയ്തു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാളെന്നെ വിളിച്ചിട്ടൊരു, ഞാൻ ശ്രീനാരായണ ഗുരു ചെയ്തുകൊണ്ട് തന്നെ തുഷാറിൻ്റെ ഒരു ഹോട്ടലുണ്ട്, തുഷാർജിയുടെ ഹോട്ടലുണ്ട് നമ്മുടെ ട്രാവൻകൂർ പാലസ്. അവിടുത്തെ മാനേജർ എൻ്റെ സൗഹൃദത്തിലുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, വിനോദ് ഫ്രീ ആണെങ്കിൽ ഇവിടെ ഇറങ്ങും, ഇവിടെ ജിത്തു സാറിൻ്റെ ഒരു പ്രൊഡക്ഷൻ സിനിമ ഷൂട്ട് നടക്കുന്നുണ്ട്, നമ്മുടെ ഹോട്ടലിലാണ്, അവർ സ്റ്റേ എന്ന് പറയും. അപ്പോൾ ഞാൻ അങ്ങോട്ട് വെച്ച് പിടിക്കുകയാണ്. അതേതറിയോ, നമ്മുടെ കാളിദാസനും അപർണ ബാലമുരളിയും കൂടെ ചെയ്ത പടം. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹത്തെ വെയിറ്റ് ചെയ്യുന്ന ചാൻസ് ചോദിക്കാന്നുള്ളതാണ് മെയിനായിട്ട്. അദ്ദേഹത്തെ പിന്നെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിലും എറണാകുളത്തേക്ക് അവർ ഷിഫ്റ്റായി, അദ്ദേഹത്തെ എപ്പോഴും കാണാൻ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ അവിടെ പോയി ഹോട്ടലിൽ പോയി വൈകിട്ട് വരും, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഹോട്ടലിലേക്ക് ഫുഡ് കൊണ്ടുവരുന്ന വണ്ടിയുടെ ഡ്രൈവറുടെ മോൾക്ക് എന്തോ സംഭവിച്ചു. ഒരു വെള്ളിമോങ്ങ വണ്ടിയാണ്. അപ്പോൾ പുള്ളിക്കാരൻ പെട്ടെന്ന് പോയി. അപ്പോൾ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ ഈ മാനേജറിൻ്റെ ചോദിച്ചു, നമുക്ക് മെസ്സിൽ നിന്ന് ഫുഡ് എടുത്താലോ, പിന്നെ അത് വണ്ടി ഓടിക്കില്ല. പിന്നെ ഞാൻ ഓടിക്കാം. അപ്പോൾ ഞാൻ ഈ വെള്ളിമൂങ്ങ എടുക്കുന്നു, ഞങ്ങൾ ഫുഡ് എടുത്തിട്ട് വരുന്നു. വൈകിട്ട് പക്ഷേ കാളിദാസം വന്നുള്ളൂ, ഇവരാരും വന്നില്ല. പിറ്റേ ദിവസം വരുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഡ്രസ്സേ ഉള്ളൂ. അപ്പോൾ പറയും, നീ എങ്ങനെയെങ്കിലും അലക്കിയിട്ടുണ്ടെങ്കിൽ നാളെ കണ്ടിട്ട് പോകാം. അപ്പോൾ ഇവരുടെ ഉദ്ദേശം വേറെ ഉണ്ട്, ഫുഡും കൂടെ കൊണ്ടുപോകാൻ. ഞാൻ രാവിലെ പിറ്റേ ദിവസവും ഞാൻ ഫുഡ് എടുക്കുന്നു. വൈകിട്ട് ഇദ്ദേഹം സാറ് വരും എന്ന് വിചാരിക്കുന്നു. വൈകിട്ട് പക്ഷേ അന്ന് ഗണപതിയൊക്കെ വന്നു, അപർണയൊക്കെ വന്നു. ഇവർ സാറിനെ കാണുന്നില്ല. അങ്ങനെ 4ാമത്തെ ദിവസം രാത്രി ഒരു 12 മണിയായിരുന്നു. ഒരു ജോഡി ഡ്രസ്സും കൊണ്ട് നമ്മൾ 4 ദിവസം നിൽക്കാം. ഞാൻ കഴുകി വാഷ് ചെയ്ത് ഉപയോഗിച്ചു, ഒക്കെ നീറ്റാണ് എനിക്ക്. 4ാമത്തെ ദിവസം രാത്രിയിലാണ് സാറ്, എനിക്ക് തോന്നുന്നത് ഷൂട്ട് കഴിഞ്ഞ് അദ്ദേഹം വീട്ടിലേക്ക് തന്നെ പൊയ്ക്കൊണ്ടിരുന്നു. ഇത് ഇങ്ങനെ ഹോട്ടലിലേക്ക് 4ാമത്തെ ദിവസം മറ്റാണ് ഷിഫ്റ്റ് ആവണേന്ന് തോന്നുന്നു. രാത്രി 11-11:30 ആയപ്പോൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. ഞാൻ പോയി ഇങ്ങനെ നിന്നു. അപ്പോൾ ജിത്തു സാറ്
എന്നെ ഇറങ്ങി വന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മാനേജറിന് നീ ലഗേജ് എടുത്തോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ചെന്നപ്പോൾ കണ്ടോ ഞാൻ എടുത്തോളാം, നീ എന്താ എവിടെയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല ഞാനിവിടെ വർക്ക് ചെയ്യണേ എന്ന് പറഞ്ഞു. പെട്ടെന്ന് അതാണ് വായി വന്നത്, ഞാനിവിടെ വർക്ക് ചെയ്യണേ എന്ന് പറഞ്ഞു. ആണോ, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പയ്യെ ലഗേജൊക്കെ സപ്പോർട്ട് ചെയ്തു. സാർ എടുപ്പിച്ചൊന്നുമില്ല, സപ്പോർട്ട് ചെയ്തു. അങ്ങനെ പോയി അത് ഒരു റെസ്റ്റോറൻറ്റിലിരുന്നു, ചേച്ചിയുണ്ട്. അപ്പം ഞാൻ പോയി പയ്യെ തല ചൊറിഞ്ഞു, ഇതിലെന്തെങ്കിലും ഒരു വേഷം. അപ്പോൾ ഇതിലൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞു, എല്ലാം കാസ്റ്റഡാണ് ഓൾറെഡി. അപ്പോൾ അങ്ങനെ വിട്ടു, അത് പോയി. അത് കഴിഞ്ഞിട്ട് ദൃശ്യം 2 അനൗൺസ് ചെയ്തു. 2 അനൗൺസ് ചെയ്തപ്പം ഞാനിങ്ങനെ സാറിന് മെസ്സേജ് അയച്ചു, എനിക്കൊരു വേഷം. അപ്പം റിപ്ലൈ ഒന്നും വന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഈ സ്റ്റോറി കംപ്ലീറ്റ് പറയാം. ഇങ്ങനെയാണ് സംഭവം, ഞാനിങ്ങനെ അങ്ങേ കാണാനായിട്ട് അവിടെ പോയതാണ്. അപ്പോൾ ഇങ്ങനെ സംഭവം വന്നുകൊണ്ട് ഞാൻ ഡ്രൈവർ ആയതാണ്. ശരിക്കും ഞാൻ ഡ്രൈവറല്ല, അവിടുത്തെ ജോലിക്കാരനല്ല, സാറിനെ കാണാൻ വേണ്ടിയിട്ട്. സാറിന് ഓർമ്മയുണ്ടോ എന്ന് പോലും അറിയില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആക്ച്വലി ഇമ്മീഡിയറ്റ് എനിക്ക് പറഞ്ഞു അസോസിയേറ്റിൻ്റെ നമ്പർ അയച്ചു തന്നു. അസോസിയേറ്റിൻ്റെ സുധീഷ് ചേട്ടനെ ഞാൻ വിളിച്ചു. സുധീഷ് ചേട്ടൻ പറഞ്ഞു ഒരു 10-20 മിനിറ്റ് ഉണ്ട്, നീ എന്തെങ്കിലും സാധനം അഭിനയിച്ച് പെട്ടെന്ന് അയക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ കസിനെ വിളിച്ചു. എൻ്റെ കയ്യിലൊന്ന് നല്ല ഫോണൊന്നുമില്ല, അവൻ്റെ കയ്യിൽ ആപ്പിൾ ഐഫോണാണ്. അവൻ എടാ ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരും, ഞാൻ ഹോൺ അടിക്കും, നീ റൂം അടച്ചിടണം, ഞാൻ വന്ന് നോക്ക് ചെയ്യുമ്പോൾ തുറക്കുന്ന വഴി നീ ഷൂട്ട് ചെയ്തു. ഞാൻ ബൈക്കിൽ പോകുന്ന വഴിക്ക് സാധനം പ്ലാൻ ചെയ്തു. ഞാൻ അങ്ങനെ പോയി ഹോൺ അടിച്ച് ഇവൻ പ്രിപ്പയർഡായി ഇങ്ങനൊരു സാധനം അഭിനയിച്ച് ഔട്ട് ഓഫ് ഫോക്കസ് ഒക്കെ ഉണ്ട്, അത് അയച്ചു കൊടുത്തു ഇമ്മീഡിയറ്റ്. പിന്നെ ഒരു വൈകുന്നേരം ആയപ്പം സിദ്ധു പനക്കൽ ഡേറ്റിന് വേണ്ടിയിട്ട് ഇത്ര ദിവസം 3 ദിവസം ഷൂട്ടുണ്ട് ദൃശ്യം 2 എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയാണ് ഞാൻ ദൃശ്യം 2 എൻട്രി ആവണം. ഒരു വലിയ സ്റ്റോറിയാണ്. ചെന്നൈയിൽ ഇരുന്നുകൊണ്ട് ചിത്തു സാറിനെ വീണ്ടും ഓർത്ത ദൃശ്യം അതിന്റെ 2ാം ഭാഗത്തില്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. കോവിഡ് കാലമായിരുന്നു, അതുകൊണ്ട് എനിക്ക് ലാലേട്ടനെ കാണാൻ പറ്റിയില്ല. കാരണം നമ്മുടെ പോർഷൻ കഴിഞ്ഞാൽ പൊക്കോണം റൂമിൽ പോകണം. ഭയങ്കര ക്ലീനായിട്ട് അവർ ചെയ്തത്. നമ്മളെ കോവിഡ് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ലൊക്കേഷനിൽ കൊണ്ടുവന്ന് തിരിച്ച് നമ്മൾ വീട്ടിൽ വിടുന്നതും ടെസ്റ്റ് ചെയ്ത് നമുക്ക് ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പോകുക. അങ്ങനെ ഒരു സമയമായിരുന്നു അത്. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് ജിത്തു സാറിൻ്റെ ടീമിലേക്ക്. ദൃഢത്തിലേക്ക് സജസ്റ്റ് ചെയ്തുതരാം. ദൃഢത്തിൽ മാർട്ടിൻ വിളിച്ചൊരു വലിയ ഈ പറഞ്ഞ ദൃശ്യം 2 അസിസ്റ്റൻ്റായിട്ടാണ് മാർട്ടിൻ്റെ എൻട്രി. ക്ലബ് ബോയ് ആയിരുന്നു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കൂമലിൽ ഒരുമിച്ച് ചെയ്തു. അപ്പോൾ മാർട്ടിൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഞാൻ നരിവേട്ട ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിനോദേൻ്റെ കുറച്ച് ഫോട്ടോസ് എനിക്കൊന്ന് അയച്ചു, വീഡിയോസൊക്കെ ഉണ്ട്, പോലീസ് പരിപാടിയുടെ അയച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, മാറ്റി പോലീസ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ? പോലീസ് ചെയ്യണില്ലേ? ചെയ്യും, വേറെ ഇല്ലെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞു. അല്ല എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടാണ്, അപ്പോൾ അവന് ഞാൻ അയച്ചു കൊടുക്കാം, അവർ വിളിക്കോ ഇല്ലോ എന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു. അപ്പം നരിവേട്ട ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ എന്നെ വിളിക്കുന്നത് നമ്മുടെ അതിൻ്റെ കൺട്രോളർ ദീപക്കേട്ടനെ വിളിച്ചിട്ട് പറയണേ, ഇങ്ങനെ ജിത്തു ജോസഫ് പ്രൊഡക്ഷനിൽ മാർട്ടിൻ ഡയറക്റ്റ് ചെയ്യണമെന്ന് അന്നേരം ഞാൻ അറിയണേ. ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിലേക്ക് ഒരു ക്യാരക്ടർ ഇത്ര ദിവസം വേണം എന്ന് പറഞ്ഞിട്ട് വിളിക്കണേ. അപ്പോൾ ഞാൻ മാർട്ടിനെ വിളിക്കുമ്പോഴാണ് പറഞ്ഞത്, ചേട്ടാ ഞാൻ തന്നെയാണ് ഡയറക്ടർ. അങ്ങനെ ഒരു സസ്പെൻസ് അന്നേരമാണ് പൊളിക്കണേ. പിന്നീട് ഞാൻ മാർട്ടിനോട് സംസാരിച്ചപ്പോൾ സാറും കൂടെ സജസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ. ജിത്തു സാറും കൂടെ. നാട്ടുകാരനോടുള്ള സ്നേഹമാണോ അതോ? അല്ല, അത് ഉണ്ടാവാം, അത് മാത്രമായിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ദൃശ്യം 2 ക്ലബ് പോയിട്ട് വന്ന മാർട്ടിന് വേണ്ടി പ്രൊഡക്ഷൻ സൈഡ് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ കൂടെ നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യും. അതായത് നമുക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ആൾക്ക് ഡയറക്റ്റ് ചെയ്യാൻ. ഇപ്പം അസിസ്റ്റന്റ് ആണെങ്കിലും അവനൊരു ടാലന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് സാറ്. എനിക്ക് സാറിന്റെ കൂടെയുള്ള 2-3 പേര് ഇപ്പോൾ പടം ചെയ്തു, ലെവൽ ക്രോസ് ഒക്കെ ചെയ്ത് അവരൊക്കെ. അപ്പോൾ സാർ അങ്ങനെ ഇപ്പം നമ്മളാണെങ്കിലും നമ്മൾ എത്തിപ്പെട്ടു. ദൃശ്യത്തിലെ ചെറിയ സീനാണെങ്കിൽ കൂടി നന്നായിട്ട് ചെയ്തു എന്ന് എന്നോട് പറഞ്ഞു, നന്നായിട്ടുണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ കൂമനിലേക്ക് അങ്ങനെയാണല്ലോ വിളിക്കണേ, ആസിഫിൻ്റെ കൂടെയുള്ള പോലീസുകാരൻ. അപ്പോൾ ഇതിലേക്ക് അങ്ങനെ ഒരു കുറച്ചുകൂടെ ഗ്രേഡ് കൂട്ടി തന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ ദൃഢത്തിൻ്റെ കഥ ആദ്യം കഥ പറയുമായിരിക്കും. ആദ്യം കഥ കേട്ടപ്പോൾ മാറ്റിന് അയച്ചു തന്നു, എനിക്ക് ഒന്ന് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞിട്ട് PDF അയച്ചു തന്നു. കുറച്ചാന്നുള്ളൂ, 1 ലൈൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെ നമ്മൾ വായിച്ചു. പിന്നെ ഒരു സ്റ്റോറി റീഡിങ് പരിപാടി ഉണ്ടായിരുന്നു, ഞങ്ങളെല്ലാവരും കൂടി ഇരുന്നൊന്ന് റീഡ് ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ആക്ച്വലി നമ്മൾ ഈ പരിപാടിയാണല്ലോ ചെയ്യാൻ പോണേന്ന്. പക്ഷെ നമുക്കിത് മനസ്സിൽ ഒതുക്കി വെക്കുകയും വേണം. ഇത് പുറത്ത് പറയാൻ പറ്റില്ല, സെറ്റിൽ ആർക്കും അറിയില്ല, ഞങ്ങൾക്ക് മാത്രമേ അറിയാവുള്ളൂ. വീട്ടിലെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ വൈഫിനോട് പറഞ്ഞു, എടി ഒരു പരിപാടി ഉണ്ട്, എന്താ നിന്നോട് പറയാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് അങ്ങനെയൊക്കെ പോളിഷ് ചെയ്ത് വിട്ടു. ഞാൻ അങ്ങനത്തെ ഒരു സെറ്റ് ഇന്നസെന്റായിട്ടും പറഞ്ഞ പോലത്തെ ഞാൻ അങ്ങനെ രഹസ്യമായിട്ട് കൊണ്ടു നടന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതൊരു പരിപാടി അടിപൊളിയായിട്ട് വർക്കായി. അല്ല, ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്തൊരു വലിയ ട്വിസ്റ്റ് പരിപാടിയായിപ്പോയി. എനിക്കൊന്ന് ഇപ്പം ശ്രീലേഖ മേഡത്തിന്റെ പോസ്റ്റൊക്കെ വന്നതോടുകൂടി കുറച്ച് വിവാദങ്ങളൊക്കെ ഒന്ന് കത്തിയായിരുന്നു. വിവാദം കത്തി കുറച്ചുകൂടി റീച്ച് ആവുകയും
ചെയ്തു. അല്ല ആള് തിയേറ്ററിൽ പോയി കണ്ടിട്ട് ഒരു വാദം അടിച്ചാൽ കൊള്ളാതെ അത് ഞാൻ അങ്ങനെ ആലോചിച്ചു മേഡം അന്നേരം തിയേറ്ററിലെങ്ങാനും കണ്ടായിരുന്നെങ്കിൽ. ആള് പക്ഷേ ജെന്യുവനായിട്ട് അത് ആളുടെ സ്റ്റോറി ഞാൻ കേട്ടു, പോലീസ് സ്റ്റോറി തന്നെയാണ്. പക്ഷേ ഇതായിട്ട് സിമിലാരിറ്റി ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ആള് തന്നെ പറയുന്നുണ്ട് അതുപോലെ സിമിലാരിറ്റി ഉണ്ടെന്നല്ല, അത് എനിക്ക് വേണമെങ്കിൽ പറയാം എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ. പക്ഷെ കേരള പോലീസിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് ചിന്തിച്ചില്ലേ? റിയൽ സ്റ്റോറിയാണിത് ആക്ച്വലി. ഇതൊരു റിയൽ സ്റ്റോറിയുടെ ഇൻസ്പിറേഷനാണ്. നടന്ന സംഭവമാണ് കേരളത്തിൽ. അങ്ങനെ ഒരു റിയൽ പോലീസ് സ്റ്റേഷൻ നിറയെ കള്ളന്മാർ, അതിൻ്റെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എത്രത്തോളം എനിക്ക് പറയാൻ പറ്റുമെന്ന് അറിയില്ല, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു എവിടെയാ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ? ഇത് മുണ്ടക്കയം ക്ലബ്ബാണ് പോലീസ് സ്റ്റേഷനായിട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ആ ഏരിയ തന്നെയാണ്, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പൂഞ്ഞാറ് ഏരിയയൊക്കെയാണ് ഷൂട്ട് ചെയ്തേക്കണേ. എത്ര ദിവസം ഉണ്ടായിരുന്നു? ഫുൾ ഷെഡ്യൂളിലും ഉണ്ടായിരുന്നു. 55 ദിവസം നമ്മളവിടെ ഉണ്ടായിരുന്നു. ചില ദിവസങ്ങൾ ഇല്ലാണ്ട് വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മാത്രം എടുക്കുന്ന ദിവസങ്ങളും സ്റ്റേഷൻ എടുക്കുന്ന ദിവസമൊക്കെ ഒബീസിലി ഉണ്ട്. പിന്നെ ഇവർ 2-3 സ്ഥലത്ത് വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ടല്ലോ, അവിടെയൊന്നും ഞാൻ ഇല്ലാത്ത സീനുകളുണ്ട്. അപ്പം ഞാൻ വേറെ സ്ഥലത്താണ്. അങ്ങനെയുള്ള ദിവസമൊക്കെ നമുക്ക് റൂമിൽ തന്നെ ഇരിക്കാം, ഒരു ദിവസത്തെ ഉച്ച കഴിഞ്ഞുണ്ടാവും, അങ്ങനെയൊക്കെ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഷെയ്ന് കൈയടി കിട്ടിയതിനേക്കാൾ കൂടുതൽ നായികയ്ക്ക് കൈയടിയിട്ടുണ്ട്. അതെ, സാനിയ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് പുതുമുഖ നടിയാണ്, നമ്മുടെ വയനാടുകാരിയാണ്. ആൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ കരാട്ടയൊക്കെ പ്രാക്ടീസ് ഇതിനു വേണ്ടി പഠിച്ച ആള് ബേസിക്കലി കരാട്ടക്കാരിയൊന്നും അല്ല. ഞാൻ വിചാരിച്ചത് കരാട്ടക്കാരെ ഇതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്ത അത്രയും ഒരു നോർമൽ ഒരു ലേഡിക്കൊന്നും അത്രയും ഹൈറ്റിൽ കാലൊക്കെ പൊക്കി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അവിടെ ഇരുന്നിട്ട് എന്നും രാവിലെ റൂമിൽ ചെയ്തിട്ട് അവനെ നമ്മളോട് പറയും. നമ്മൾ വെറുതെ ഇരിക്കുന്ന ഞങ്ങൾ യുനോ കളിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ പറയും, നമ്മൾ ഡിസ്കഷൻ ഇടയ്ക്ക് പറയും, ഞാനിത് ഇന്നും പ്രാക്ടീസ് ഉണ്ടായിരുന്നു ചേട്ടാ. ഉദ്ദേശിക്കുന്ന പോലെയല്ല, ഞങ്ങളെല്ലാവരും പറയും ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഈ ഒരു ചവിട്ട് മാത്രമല്ല, അല്ലാതെ കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ കുറച്ച് ഫിസിക്കൽ ഓടുകയും ചാടുകയും എണീക്കുകയൊക്കെ ചെയ്തോ, അത് വളയിലും തിരിയിലൊക്കെ ചെയ്തോണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ നീ പെട്ടെന്ന് ഒരു ദിവസം ചിലപ്പോൾ കിടപ്പായി പോകും എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ നന്നായി ചെയ്തു. അത് ഈ ഒരു പോലീസ് വേഷങ്ങൾ ചെയ്യുമ്പോൾ, പോലീസ് യൂണിഫോമിൽ കയറി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആദ്യത്തെ ദിവസം പല ഗ്രേഡിലുള്ള പോലീസ് വേഷങ്ങളാണല്ലോ, DPS മുതൽ കോൺസ്റ്റബിൾ വരെ, ഇതിലൊക്കെ കയറി നിൽക്കുമ്പോൾ മനസ്സിൽ വരുന്ന ആ ഒരു ചിന്ത എന്തായിരിക്കും? ഞാൻ ആക്ച്വലി NCC കേഡറ്റായിരുന്നു, അണ്ടർ ഓഫീസറായിരുന്നു, C സർട്ടിഫിക്കറ്റ് ഹോൾഡർ. NCCയിലെ ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റാണത്, C സർട്ടിഫിക്കറ്റ് ഹോൾഡറാണ്. അതൊക്കെ ഞാൻ ചെയ്തത് SI ആവാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് പോലീസ് ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഈ ആക്ടിങ് പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും SI ആവുക, അതും ഈ സിനിമയിൽ നിന്ന് കിട്ടിയ ഇൻസ്പിറേഷൻ. നമ്മുടെ സുരേഷ് ഗോപി സാറിൻ്റെയും രാജേട്ടൻ്റെയും ദിലീപേൻ്റെയൊക്കെ ഈ സിനിമകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് പോലീസ് ആവുക എന്നുള്ളത്. അപ്പോൾ ഞാൻ യൂണിഫോം ഇടുമ്പോൾ എനിക്കറിയാണ്ടൊരു ഒരു സാധനം ഉള്ളിൽ വരുന്നുണ്ട്. എനിക്കത് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വൈഫ് പറഞ്ഞു, ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞാൽ ഒരു 4-5 ദിവസം എവിടെയെങ്കിലും യാത്ര ചെയ്തിട്ടേ വീട്ടിൽ വരാവുള്ളൂ. അവളെന്നോട് പറഞ്ഞു. എനിക്കിത് പറയുമ്പോഴേ മറ്റേ ഗണേഷ് കുമാറിൻ്റെ ഒരു ഇന്റർവ്യൂ ഓർമ്മ വരുന്നത്, സുരേഷ് ചേട്ടൻ കാറിന്റെ പുറകിൽ IPS തൊപ്പി വെച്ചിട്ടുണ്ടോ, അങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ശരി, അത് അങ്ങനെ യൂണിഫോം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടോ? അങ്ങനെ യൂണിഫോം അല്ല, ആക്ച്വലി നമ്മുടെ ഉള്ളിൽ കുറച്ച് ദിവസത്തേക്ക് നമ്മളൊരു പോലീസുകാരൻ തന്നെ ആയിരിക്കും. അത് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഭയങ്കര വിനയാന്വിതനായിട്ട് അഭിനയിക്കുന്ന റോളാണെന്ന് വിചാരിച്ചോളൂ, കുറച്ച് ദിവസത്തേക്ക് നമ്മൾ അതിവിനയാന്വിതനായിരിക്കും. ഇപ്പോൾ എനിക്ക് ദൃഢത്തിൻ്റെ ഫസ്റ്റ് ഫൈനൽ വരെ നമ്മൾ ഭയങ്കര വിനയാന്വിതനായ പോലീസുകാരനാണല്ലോ. റിയൽ ലൈഫിലും ഞാൻ ഉണ്ട്, വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഭയങ്കര കാമായിരുന്നു. അപ്പോൾ വൈഫ് ചോദിച്ചു, എന്താ മുരടത്തരമൊന്നും ഇല്ലല്ലോ. കാരണം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ, നമ്മൾ അതാവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കണേ. കുറച്ച് നമ്മൾ അത്ര വിനയമുള്ള ആളൊന്നും അല്ലേ. അപ്പോൾ വിനയം കൂടുതൽ കാണിക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടായിരുന്നു ആ ഒരു ക്യാരക്ടറിൽ. ഒബീസിലി അവിടെ ഒന്നും എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിൽ ഇരുന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളിത് വിനയം കൂട്ടി കാണിക്കണം എന്ന് വിചാരിച്ചിട്ടില്ല. നമ്മൾ സ്റ്റോറി കേട്ട് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇങ്ങനത്തെ ബിഹേവിയർ ആവും. കാരണം അതിവിനയമുള്ളവനെ എപ്പോഴും സൂക്ഷിക്കണം എന്ന് പറയണം, അല്ലേ? അത് ഓട്ടോമാറ്റിക്കലി ഞങ്ങൾക്ക് 4 പേർക്കും അത് വർക്കൗട്ട് ആയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര ഒബീഡിയൻ്റ് ആയിട്ടുള്ള പോലീസുകാരായിട്ട്, അല്ലേ? ഇങ്ങനത്തെ ഒരു സാധനം അതിൽ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്തതാണ്. ആ ചിരിയൊക്കെ ഞാൻ ഒരു പടത്തിലും ഞാൻ അങ്ങനെ ചിരിച്ചിട്ടില്ല. അത്ര നിഷ്കളങ്ക ചിരിയൊന്നും ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമില്ല. അത് ഞാൻ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു ഇങ്ങനെയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം നമ്മൾ ഈ സ്റ്റോറി ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ അതായിട്ട് മാറും എന്ന് പറയുന്ന സാധനം ഉണ്ട്. 20 സിനിമകൾ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങുന്ന ഒരുപാട് വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞ കുറച്ച് നാളിനിടയിൽ കൂടുതലും പോലീസ് വേഷമാണ് എന്നൊരു സന്തോഷവും സങ്കടവും ഒരേ സമയം മനസ്സിലുണ്ടാവും. അങ്ങനെ ഉണ്ടോ? ഒരു ബ്രാൻഡ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് ഇതെന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഞാൻ എപ്പോഴും പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാനിവിടെ ചാൻസ് ചോദിച്ച് വന്നു തുടങ്ങുന്ന സമയത്ത് അന്ന് ഇവിടുത്തെ
ചാൻസ് വെച്ച് നടക്കുന്ന കുറച്ച് മൂപ്പന്മാരുണ്ടായിരുന്നു. ഓക്കെ. ദിലീപേട്ടൻ്റെ പടത്തിൽ പറഞ്ഞ പോലെ, മീനത്തിൽ തലകെട്ടി പറഞ്ഞ പോലെ, ഇവനെ ഇവിടുത്തെ മൂപ്പൻ എന്ന് പറഞ്ഞ പോലെ, അങ്ങനത്തെ കുറച്ച് മൂപ്പന്മാർ ഞങ്ങൾ ഓഡീഷൻ ചെല്ലുമ്പോൾ സ്ഥിരം മൂപ്പന്മാരുണ്ട്. സ്ഥിരം വഴി യാത്രക്കാർ. അങ്ങനത്തെ അല്ല, ഓഡീഷൻസിന് കുറെ മൂപ്പന്മാരുണ്ട്. സ്ഥിരം ഇവന്മാർ ചാൻസ് ചോദിച്ചു വന്ന് ഇവിടുത്തെ മൂപ്പന്മാരാണ്. അപ്പോൾ ഇവന്മാരെ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവന്മാരുണ്ടെന്ന് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിക്കും. അങ്ങനെയുള്ള പലരും ഇന്ന് സിനിമയിലില്ല. ആ മൂപ്പന്മാർ പലരും എൻ്റെ ഒപ്പം ചാൻസ് ചോദിച്ച് നടന്ന പലരും നിർത്തി പല പരിപാടിക്ക് പോയി. ഇപ്പം നമ്മുടെ പടങ്ങൾ ഇറങ്ങുമ്പോൾ വിഷ് ചെയ്യുന്നുണ്ട്. ഇപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച്, അതിലേക്ക് കയ്യിൽ വിരലിലെണ്ണാവുന്ന, നമ്മുടെ ഒരു കയ്യിലെണ്ണാവുന്നവർ മാത്രമേ ഞങ്ങൾ സ്ഥിരം ഓഡീഷന് പോകുന്നവരിൽ സിനിമയിലുള്ളൂ, പല വേഷങ്ങളിൽ എത്തുന്നുള്ളൂ. ബാക്കിയുള്ളവർ ഇപ്പോഴും തെണ്ടി നടക്കുന്നവരുണ്ട്, പുറത്ത് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അവസരങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഞാൻ ഒരു പോലീസ് വേഷമെങ്കിലും എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളൊരു വലിയ സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ SI ആവാൻ ആഗ്രഹിച്ച ഒരാളാണ്. അപ്പോൾ അതിനകത്ത് കുറേ, ഇപ്പോൾ എൻ്റെ കൂടെ SI ടെസ്റ്റ് എഴുതിയ ആളാണ് ഇപ്പോൾ കളമശ്ശേരി SI ആനന്ദ്. ഇപ്പോൾ അവൻ മാറിയോന്ന് എനിക്കറിയില്ല. കളമശ്ശേരി SI ആയിരുന്നു അടുത്ത് വരെ. ഞങ്ങൾ ഒരുമിച്ച് ബൈക്കിന് പോയിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നതൊക്കെ. എക്സാം ഞങ്ങൾ ഒരുമിച്ച് എഴുതിയ ആൾക്കാരാണ്. അപ്പോൾ അവനൊരു ദിവസം എന്നോട് പറഞ്ഞു, പിറവ് SI ആയിരുന്നു. അപ്പോൾ എന്നോട് പറയാം, ഞാൻ നിൻ്റെ SI ആണെന്ന്. ഞാൻ അന്ന് ജയഗണേഷിയാണ് പറഞ്ഞാൽ ഞാൻ DYSP ആണ്. അങ്ങനെ പറയാനുള്ള അവസരം, അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമ മോഹമായിട്ട് നടക്കുന്ന ഒരുപാട് പേർക്ക് ഒരു കാലത്ത് ഓഡീഷനുകളായിരുന്നു ഏറ്റവും വലിയ മാർഗമായിരുന്നെങ്കിൽ ഇന്ന് റീലുകളിൽ നിന്ന് ഒരുപാട് കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, അവർക്ക് ഇത് വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു എത്രാമത്തെ ഓഡീഷനിലായിരിക്കും ആദ്യം ഒരു അവസരം കിട്ടിയത്? ഓഡീഷൻസിൻ്റെ എണ്ണം ഇല്ല, എനിക്ക് തോന്നുന്നു ഒരു 50+ എന്തായാലും ഓഡീഷൻസ് പോയിട്ടുണ്ടാവും. സീരിയലുകൾ ഉൾപ്പെടെ പോയിട്ടുണ്ട്. സിനിമ എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹം കിട്ടിയെന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചിറങ്ങിയ ആദ്യ സമയത്ത് തന്നെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ചെന്നത്. ആ സിനിമ അവിടെ നടക്കാതെ പോയി. ആ സിനിമയിൽ നമ്മുടെ അനിൽ, അല്ല അത് ഞാൻ പറഞ്ഞു അല്ല, അനിലേട്ടനായിരുന്നു, അനിൽ നെടുമങ്ങാടായിരുന്നു നായകൻ. പിന്നീടാണ് അദ്ദേഹം കത്തി കയറി വന്നത്. ആ സമയത്ത് അദ്ദേഹം തുടങ്ങുന്നുള്ളൂ, അദ്ദേഹം മറ്റേ ഷോയൊക്കെ ചെയ്യുന്നത്. ആ സിനിമ നടക്കാണ്ട് പോവുകയും അവിടുന്ന് എനിക്ക് ഒരാളെ കണക്ട് ചെയ്ത് കിട്ടി, ഒരു വിഷ്ണു എന്ന് പറഞ്ഞു. അവൻ സിനിമയിൽ അഭിനയിക്കുന്നയാളാണ്. അവൻ എന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ സെറ്റിലേക്ക്, അല്ലെങ്കിൽ പൂജയ്ക്ക് കൊണ്ടു നിർത്തുന്നു. ശ്രീനാരായണ ഗുരുവിൻ്റെ സീരിയലിൽ ചെമ്പഴന്തിയിൽ പൂജ നടക്കുന്നു. ഒരു സ്വാമി രമേശാണ് അതിൻ്റെ സംവിധായകൻ. ഇവൻ അതിൻ്റെ അസിസ്റ്റൻറ്റ് ഡയറക്ടറാവുന്നു. വിനോദേട്ടൻ നമുക്കൊന്ന് പോയി ചാൻസ് ചോദിക്കാം എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത്, സ്റ്റേജിൽ അന്ന് G. കാർത്തികൻ സാർ സ്പീക്കറാണ്. അദ്ദേഹം ഇനാഗ്രേഷൻ, ഗുരുവായിട്ട് അഭിനയിക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ, ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട് സ്റ്റേജിൽ. ഞാനൊരു 300 പേര് ബാക്കിൽ നിന്നിട്ട് ഈ പ്രോഗ്രാം കാണാം. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്വാമിക്ക് കൊണ്ട് ഫോട്ടോ, അന്ന് ഫോട്ടോ കൊടുക്കല പരിപാടി, വാട്സപ്പ് ഇല്ല. ഫോട്ടോ ഒക്കെ കൊടുത്തു, ആൽബമൊക്കെ കാണിച്ചു. അപ്പോൾ വിളിക്കാം എന്നൊക്കെ പറഞ്ഞു വിടുന്നു. പിന്നീട് കറങ്ങി തിരിഞ്ഞ് ഞാൻ ഗുരുവായിട്ട് മാറും. അത് ഭയങ്കര ഒരു അത്ഭുതം തന്നെ എൻ്റെ ലൈഫിൽ സംഭവിച്ചൊരു സംഭവം. ആ സീരിയലിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ യുവത്വം പിന്നെ ഞാനാണ് ചെയ്യുന്നത്. പിന്നീട് ഉള്ള സമയം ഒരു 4-5 മാസത്തിനുള്ളിൽ പിന്നെ ഡിസിഷൻ അങ്ങനെയായിട്ട് മാറി. അതിൻ്റെ പിറകിൽ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. പല സമയത്ത് ഒരു സോങ് ഷൂട്ടിന് വേണ്ടി എന്നെ വൈക്കത്ത് വിളിക്കുന്നു. ആ സോങ് ഷൂട്ടിൻ്റെ ടൈറ്റിൽ സോങ്. അപ്പോൾ ഞാൻ പോയി അഭിനയിക്കുമ്പോൾ പുറകെ നിന്നിട്ട് കൂടെ നിന്ന് പാടുന്ന ആളായിട്ട്. അപ്പോൾ ഒരു ദിവസം നീണ്ടുപോയപ്പോൾ മെയിൻ പാടുന്നവന് വരാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് എന്നെ കയറ്റി ഫ്രണ്ട് നിർത്തി പാടിക്കുന്നു. അപ്പോൾ എന്നെ പെട്ടെന്ന് മാറ്റി നിർത്തുമ്പോൾ എൻ്റെ ധാരണ ഞാൻ ഇച്ചിരി കറുത്തിട്ട ആളാണ്. അങ്ങനത്തെ എൻ്റെ പ്രായം 19-20 വയസ്സുള്ളൂ. കറുത്തിട്ട ആളാണ്, അതുകൊണ്ടായിരിക്കും. 2011 പ്രായം 11. അപ്പോൾ ഇങ്ങനെ പറയുന്നു, മാറ്റി നിർത്തുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചിന്തയായിരുന്നു അത്. അത് കഴിഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് തന്നെ അസോസിയേറ്റ് ഡയറക്ടർ വിളിക്കുന്നു, ഗുരുവിൻ്റെ സീരിയൽ തുടങ്ങുന്നു, നിങ്ങളൊന്ന് കായംകുളം വരെ വരുമെന്ന് പറയുന്നു. ഞാൻ കായംകുളത്ത് ചെല്ലുന്നു. ഗുരുവിൻ്റെ സുഹൃത്തുക്കളായിട്ട് എന്നെ സെലക്ട് ചെയ്യുന്നു. അപ്പോഴും എൻ്റെ മുടിയൊക്കെ ഇങ്ങനെ വെട്ടി ട്രിമ്മൊക്കെ ചെയ്തിട്ട് സ്വാമി ഇങ്ങനെ നടക്കുക. ഡയറക്ടർ അദ്ദേഹം എന്നെ ഇങ്ങനെ വിളിച്ചു, വരൂ എന്നിട്ട് കത്രിക അദ്ദേഹം തന്നെ എടുത്തിട്ട് കുറച്ചും കൂടെ ഇങ്ങോട്ട് ട്രിം ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ആൾക്ക് മുണ്ട് കൊടുക്ക്, ഒരു പുതയ്ക്കാനും കൊടുക്ക്, ഭസ്മം തൊടിയിക്കെന്ന് പറഞ്ഞിട്ട് നേരെ വാരണപ്പള്ളി എന്ന് പറഞ്ഞ തറവാടുണ്ട് അവിടെ. നമ്മുടെ കായംകുളം കൊച്ചിനെയൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത തറവാടിന് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. അവിടെ ഒരു പാർവതിദേവിയുടെ പ്രതിഷ്ഠയുണ്ട്. അവിടെ തൊഴുത് നിൽക്കാൻ പറയുന്നു. ഒരു ക്യാമറയൊക്കെ വയ്ക്കുന്നു. ഞാൻ തൊഴുത് ഇങ്ങനെ നിൽക്കുന്നു. ആക്ഷൻ കട്ട് പറഞ്ഞു. ഇവരെല്ലാവരും കൈയടിച്ചു ഫസ്റ്റ് ഷോട്ട് എന്നുള്ള രീതിയിൽ. അറിയില്ല എന്താണെന്ന് എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്, ഇതായി എന്ന് ഡൗട്ടുണ്ട് എനിക്ക്. എന്നാൽ എന്നോട് പറഞ്ഞിട്ടില്ല അവർ. ഇത് കഴിഞ്ഞിട്ട് അസോസിയേറ്റ് വിജയകുമാറേട്ടൻ കഴിഞ്ഞ ദിവസം പുള്ളി വിളിച്ച് സംസാരിച്ചുള്ളൂ. പുള്ളി ഇങ്ങനെ തോളെ കൈയിട്ടുകൊണ്ട് പോയിട്ട്, എനിക്ക് എന്താ ചെയ്തതെന്ന് മനസ്സിലായോ, നീയാണ് ഗുരു എന്ന് പറയാം. അപ്പോഴാണ് ചോദിച്ചാൽ മറ്റേ പയ്യൻ, അപ്പോൾ അവനെന്തോ വരാൻ പറ്റാത്ത അവസ്ഥ, അവൻ്റെ അച്ഛനെന്തോ വയ്യായികൊക്കെ വന്നിട്ട് അതങ്ങനെ ക്യാൻസലായി പോയി. അങ്ങനെയാണ് ഞാൻ എൻ്റെ എൻട്രി. അത് തന്നെ എനിക്കൊരു അത്ഭുതമാണ്. എത്ര പെട്ടെന്ന് മെയിൻ 300 പേരുടെ പുറകെ മെയിൻ കഥാപാത്രമായി മാറാം. അതെ. അപ്പോൾ ഇതിനൊക്കെ ഇടയ്ക്കും ഞാൻ സിനിമയ്ക്ക് ചാൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചാൻസ് ചോദിക്കുന്ന സമയത്തും ഞാൻ ഒന്നുമില്ലാണ്ട് നിൽക്കുകയല്ല.
സിനിമയ്ക്ക് പുറകെ നടക്കുമ്പോൾ സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് കണ്ടിട്ട് എന്നെ മാണിക്യവാസകരായിട്ട് തമിഴിലേക്ക് വിളിക്കുന്നു. അവിടെ ഞാൻ ചെയ്യുന്നു ഇത് ഈ കണ്ടിട്ട് സീരിയൽ കണ്ടിട്ട്. അപ്പം ഋഷികേശൻ എന്ന് പറഞ്ഞിട്ട് പഴയ സൂര്യവനം സംവിധായകനാണ്, ശങ്കർ സാറിൻ്റെ ലാസ്റ്റ് പടം അദ്ദേഹം നായകനായിട്ട് ആ സമയത്ത് കത്ത് എന്ന പടം. അപ്പോൾ ഋഷി സാർ ഇതിൻ്റെ അസോസിയേറ്റ് ആയിരുന്നു സീരിയലിൻ്റെ. ഋഷി സാർ മുഖേന ഞാൻ തമിഴിൽ സീരിയൽ ചെയ്യുന്നു. ശ്രീനാരായണ അങ്ങനെ അനുഗ്രഹിച്ചു വീണ്ടും മാണിക്യവാസകരായിട്ട് അഭിനയിക്കുന്നു. മാണിക്യവാസകരും ഗുരുവിനെ പോലെ തന്നെ ഒരാളാണ് അവിടുത്തെ. അത് കഴിഞ്ഞിട്ട് അവർ ആ കമ്പനി എന്നെ രാമാനുജനായിട്ട് ബുക്ക് ചെയ്യുക. അപ്പം ഞാൻ അറിഞ്ഞു. അപ്പോൾ ഇവിടെ ഞാൻ ഓഡീഷൻ കൊടുക്കുമ്പോൾ എന്നെ ബാധിച്ചു തുടങ്ങി. കാരണം അവിടുത്തെ അഭിനയം നാം എല്ലാം അറിയുന്നു ഈ പറഞ്ഞ സെറ്റപ്പാ. ഇവിടെ വന്നിട്ട് അന്ന് ഇവിടെ വേറൊരു സാധനം നടന്നുകൊണ്ടിരിക്കുക. ശ്രീനാരായണ ഗുരുവിന്റെ സീരിയൽ ഒരു ഡയലോഗ് പറയാം. അത് ഞാൻ പറയാം. ഇപ്പൊ മൈൻഡേ അല്ലല്ലോ, മൈൻഡേ ചേഞ്ച് ആയി. ഇവിടെ വേറൊരു വിപ്ലവം നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത്. ഇവിടെ ഈ നാച്ചുറൽ ആക്ടിങ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ട് ബിഹേവിങ് ആക്ടിങ് എന്ന് പറഞ്ഞിട്ട് പരിപാടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത്. അതൊരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ട് ഓഡീഷൻ കൊടുക്കുമ്പോൾ ഫെയിൽ ആവുക. ഓക്കെ. നമ്മുടെ അടുത്ത് മറ്റേ സാധനം കയറി വരും. ഞാൻ എന്നിട്ട് അവിടെ നുണ പറഞ്ഞു, തമിഴിലെ നുണ പറഞ്ഞു. എനിക്ക് മലയാളത്തിൽ സിനിമയായി സാർ, ഞാൻ അങ്ങ് പോകാന്ന് പറഞ്ഞു. അന്ന് എനിക്ക് ഒരു ദിവസം 4000 രൂപയുണ്ട്. ഓക്കെ. 2013-14 സമയത്ത്. അത് കട്ട് ചെയ്തിട്ട് ഞാനിവിടെ വന്നിട്ട് ഒന്നുമില്ലാണ്ട് വെറും വായുവിലേക്ക് നോക്കി നിൽക്കുക. അപ്പോഴാണ് ആഗ്ലാബിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്. ഞാൻ സാറിൻ്റെ അടുത്ത് പോകുന്നു. സാറിൻ്റെ അടുത്ത് ഞാൻ കരയാണ്, എനിക്ക് ഇങ്ങനെയാണ് സാർ, എനിക്ക് ചെയ്യാം. സാറിൻ്റെ പ്രൊഫൈൽ അന്ന് ഞാൻ മലേഷ്യ ഭാസ്കർ സാറുണ്ടല്ലോ, സ്റ്റണ്ട് മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ ഷോർട്ട് ഫിലിം, അദ്ദേഹം ഒരു വലിയ നടന് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തപ്പോൾ നായകനായിരുന്നു ഞാൻ. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ കാണിച്ചു. അപ്പോൾ ഈ സാറ് പറഞ്ഞു, നീ നന്നായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ, നീ എൻ്റെ കൂടെ ഒരു 3 days നിൽക്കുന്നുണ്ട്. 3 days വർക്ക്ഷോപ്പേ എനിക്ക് ചെയ്യേണ്ട വന്നുള്ളൂ. പിന്നെ വേണേൽ 45 days തന്നെ അത്ര എമൗണ്ടും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഈ 3 days വർക്ക്ഷോപ്പ് ചെയ്തു. ഞാൻ അത് കഴിഞ്ഞ് സാറിൻ്റെ കൂടെ കുറച്ച് നാളൊക്കെ അവിടെ വർക്ക്ഷോപ്പുകളൊക്കെ നടക്കുമ്പോൾ പോവും, കാണും, അങ്ങനെയൊക്കെ പോവും. അങ്ങനെ പിന്നെ ഞാൻ സെൽഫിൽ തീരുമാനിച്ചു കുറച്ചും കൂടെ കാര്യങ്ങൾ പഠിക്കണം എന്ന് തീരുമാനിച്ചിട്ട് നാടകങ്ങൾ ചെയ്യാൻ പോയി. ഓക്കെ. ഈ നാടകങ്ങൾ ചെയ്യാൻ പോകുമ്പം നമ്മുടെ ദേവിചന്ദന ചേച്ചിയുടെ അച്ഛൻ എൻ്റെ ഒരു ടീമുണ്ട്. ഈ സമയത്ത് ഫാമിലിയിലേക്ക് ഒരു സപ്പോർട്ട് വേണമല്ലോ. അമ്മ കാതികയ, കഥാപ്രസംഗ കലാകാരിയാണ്. അച്ഛൻ അന്നത്തെ എൻ്റെ ഏജിൽ, അതായത് അച്ഛൻ്റെ 22-23 ഏജിലൊക്കെ നാടകം ബാലെ ആക്ടറായിരുന്നു. ഇപ്പം ബിസിനസ്സൊക്കെയാണ്. അച്ഛന് നടക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളൊക്കെ അതും വേറെ സംഭവം ഉണ്ടോ. അച്ഛന് ഈ താല്പര്യം ഉണ്ടോന്ന് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. അഭിനയിക്കാൻ സിനിമയിൽ എത്തണമെന്ന് പറഞ്ഞിട്ടേ ഇല്ല. പുള്ളി ഇതൊക്കെ നടക്കൂടാ എന്ന് ചോദിക്കുന്ന ഒരാളാണ്. ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു, ഒരു പോലീസുകാരനുണ്ട്. പുള്ളി എന്നോട് പറഞ്ഞു, പെരുമ്പടവാ വീടല്ലേ, പണ്ട് അവിടെ ഒരു ചാക്കോയും ഒരു ചന്ദ്രബോസും ഉണ്ടായിരുന്നു. ഈ ചന്ദ്രബോസും ഞാനും ചാക്കോയും കൂടെ സിനിമയ്ക്ക് പോയിട്ട് വന്നിട്ട് ചന്ദ്രബോസ് പാറയിൽ കയറി നിന്നിട്ട് അഭിനയിച്ച് കാണിക്കും, ലാലു അലക്സിനൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. ഞാൻ ഈ ചന്ദ്രബോസാണ് എൻ്റെ അപ്പൻ എന്ന് ഞാൻ പറഞ്ഞു. ഇത് ഇനി വൈകിട്ട് ഞാൻ ചോറിനായിരിക്കും അച്ഛനോട് ചോദിച്ചാൽ ഈ ലാലു അലക്സിനെ ഒന്ന് ഇമിറ്റേറ്റ് ചെയ്ത് എന്ത് ലാലു അലക്സിനെ ഒരു തെറി പറഞ്ഞു. പിന്നെ എനിക്ക് അതാണോ പണി എന്ന് പറഞ്ഞിട്ട് അങ്ങ് എണീറ്റ് പോയി. പക്ഷെ പുള്ളി ഇപ്പോഴും എന്നോട് പറഞ്ഞിട്ടില്ല പുള്ളി അതിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങ് ചോദിച്ചുകൊണ്ട് ഞാനിപ്പോൾ പെട്ടെന്ന് അത് പറഞ്ഞ. അപ്പോൾ ഇങ്ങനെയാണ് അങ്ങനെ ആഗ്ലാബിൻ്റെ ഒരു ഓഡീഷനാണ് കലി എന്ന സിനിമയിലേക്ക്. ആഗ്ലാബിലൊരു ഓഡീഷൻ വന്നപ്പോൾ കലിയിൽ ചെറിയൊരു വേഷം ദുൽഖറിൻ്റെ കൂടെ ഒരു ഫ്രെയിമിൽ കിട്ടി. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ട് ഫസ്റ്റ് പടം കലിയ. ഒരു ബെൽറ്റ് മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചുകൊണ്ട് പാതി വിലക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ബെൽറ്റും തൊപ്പിയൊക്കെ വിൽക്കുക. അപ്പോൾ ദുൽഖർ നടന്നു വന്നിട്ട് ചോദിക്കും, മുതലാളിക്ക് ഭ്രാന്തോ? മുതലാളിനെ അടുത്തൊരു കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിരുത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ ഫസ്റ്റ് ഷോട്ട് എന്ന് പറയണേ. അങ്ങനെയാണ് എൻ്റെ തുടക്കം. അപ്പോഴും ചാൻസ് ചെയ്യണം. അത് കഴിഞ്ഞ് നാം എന്ന് പറഞ്ഞ പടം ജോഷി തോമസ് പള്ളിക്കൽ ഡയറക്റ്റ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് തൃശ്ശൂർ പൂരത്തിൽ ചെറിയൊരു ഗുണ്ടയായിട്ട്